ഗവർണർ രാഷ്ട്രീയ പ്രതികരണത്തിലേക്ക് വീണ്ടും കടക്കുകയാണോ? തീർച്ചയായിട്ടും സർക്കാരിനെതിരെയുള്ള പുതിയൊരു ഏറ്റുമുട്ടലിന് വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. കാരണം ഇതിന് തൊട്ട് മുൻപ് PV അൻവർ ഈ ഫോൺ ചോർത്തൽ വിവാദം ഉന്നയിച്ച സമയത്ത് തന്നെ ഗവർണർ സർക്കാരിന് രേഖാമൂലം കത്ത് നൽകിയതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയിട്ട്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇതുവരെ സർക്കാർ രേഖാമൂലം മറുപടി നൽകിയിട്ടില്ല. അങ്ങനെ കത്ത് ലഭിച്ചെന്ന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. ഗവർണർ പറഞ്ഞിരിക്കുന്ന ഒരാഴ്ച കൂടി കാത്തിരിക്കും, ഇനിയും മറുപടി ലഭിച്ചില്ലെങ്കിൽ ആ വിഷയത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഗവർണർ ഇന്ന് അറിയിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു, കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടക്കുന്നു, ഹവാല പണ ഇടപാട് നടക്കുന്നു, അങ്ങനെ ലഭിക്കുന്ന ഈ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണവും പണവും ഉപയോഗിച്ചുകൊണ്ട് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതായിട്ട് പറയുന്നു. അങ്ങനെ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് സംസ്ഥാനത്തെ ഗവർണറെ രേഖാമൂലം ഇക്കാര്യങ്ങൾ അറിയിച്ചില്ല, തന്നെ ഇരട്ടത്ത് നിർത്തുകയാണെന്ന ഒരു വലിയ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് രേഖാമൂലം വിശദീകരണം തേടുമെന്നാണ് ഗവർണർ ഇന്ന് കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഇക്കാര്യം ഡൽഹിയിൽ വെച്ചും അദ്ദേഹം ആവർത്തിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരുന്നത്. അത് വിവാദമാകുന്നു. പക്ഷേ അഭിമുഖത്തിലെ മലപ്പുറവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ സർക്കാർ തള്ളിക്കളയുന്നു. അങ്ങനെ പത്രത്തിൽ വന്ന വാർത്ത തള്ളിക്കളഞ്ഞാലും മുഖ്യമന്ത്രി ഈ മാസം 21-ാം തീയതി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് താൻ ചോദിക്കുന്നതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു. അതുകൊണ്ട് വ്യക്തമായ ഒരു റിപ്പോർട്ട് സർക്കാർ നൽകേണ്ടതുണ്ട് എന്നാണ് ഗവർണർ പറയുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ കാര്യം സർക്കാർ ഔദ്യോഗികമായി ഗവർണറെ അറിയിച്ചിട്ടില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയം, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട PV അൻവർ ഉന്നയിച്ച വിഷയം ഗവർണറും ഏറ്റെടുത്തിരിക്കുകയാണ്. അത് രാഷ്ട്രീയമായി നേരിടാനുള്ള ഒരു ആയുധമാക്കി ഗവർണർ ഏറ്റെടുത്തിരിക്കുകയാണ്. സ്മൃതി.